എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35, 36, 37 വാക്യങ്ങൾ. റോമർ 8-ന്റെ 35 മുതൽ 37 വരെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹിതനായ യേശു നമ്മെ ആഴമായി അളവില്ലാതെ സ്നേഹിക്കുമ്പോൾ അതിന് പകരമായി നമ്മുടെ ജീവിതം എങ്ങനെയാണ് കർത്താവിൻ്റെ മുൻപിൽ നിലനിർത്തേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏത് തിരിച്ചടികളുടെ മധ്യത്തിലും ക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധം വിച്ഛേദിച്ചു പോകയില്ല എന്ന് വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി നമ്മുടെ സ്നേഹം പകരം നൽകണം. സ്നേഹസഖിയായ കർത്താവിന് നമ്മുടെ സ്നേഹം പകരം നൽകണം. റിട്ടേൺ ദ ലവ്. സ്നേഹം ഒരിക്കലും ഏകമാർഗമായി വ്യാപരിക്കുന്നതല്ല, അത് പരസ്പരമുള്ളതാണ്. യേശുവിൻ്റെ ദിവ്യ സ്നേഹം ആസ്വദിക്കുന്ന നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അവിടുത്തെ സ്നേഹിക്കുവാൻ ശ്രദ്ധിക്കണം. ഉദ്ധിതനായ കർത്താവ് തിബരിയാസ് തടാക തീരത്ത് വെച്ച് വിശുദ്ധ പത്രോസ് അപ്പോസ്തലനോട് ചോദിച്ചത്, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നതായിരുന്നു. മതപരമായ അനുഷ്ഠാനങ്ങൾക്കും കർമ്മങ്ങൾക്കും ആധ്യാത്മിക ജീവിതത്തിൽ സ്ഥാനം ഇല്ലാതില്ല. പക്ഷേ മൗലികമായി വേണ്ടത് വ്യക്തിപരമായി യേശുവിനോടുള്ള നമ്മുടെ സ്നേഹവും പറ്റുമാനവുമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പ്രഖ്യാപിക്കുന്നതാണ് നമ്മളിന്ന് വായിച്ചത്. നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ ആർക്ക് കഴിയും? 2, നമ്മുടെ ഹൃദയം യേശുവിൻ്റെ സന്നിധിയിൽ നമ്മൾ പകരണം. സൗഹൃദവും സഹിത്വവും വളരുന്നതും നിലനിൽക്കുന്നതും പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് അറിയിക്കുന്നതിൽ കൂടിയാണ്. ഭാര്യാഭർത്തൃബന്ധത്തിലായാലും എല്ലാ കാര്യങ്ങളും അന്യോന്യം അറിയിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ ബന്ധം ദൃഢമായി തുടരുകയുള്ളൂ. എന്തെങ്കിലും ഒരാൾ മറച്ചു പിടിക്കുന്നതായി അനുഭവപ്പെട്ടാൽ അവരുടെ ഐക്യത്തിന് കോട്ടം തട്ടും. കർത്താവ് സകലതും തൻ്റെ സ്നേഹിതരായ സ്ലീഹന്മാരോട് അറിയിക്കുന്നതായി നമ്മൾ പറയുന്നു. എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യോഹന്നാൻ 15-ാം അധ്യായം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ സമസ്ത കാര്യങ്ങളും കർത്താവുമായി പങ്കുവയ്ക്കുന്ന അനുഭവമായി തീരണം. ഫെനലർ എന്ന എഴുത്തുകാരൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ആപ്തമിത്രത്തിൻ്റെ അടുക്കൽ ഹൃദയഭാരം ഇറക്കി വയ്ക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിലുള്ളത് മുഴുവൻ നീ കർത്താവിനോട് പറയുക. അന്യോന്യം മറച്ചു വയ്ക്കാനില്ലാത്ത സ്നേഹിതർക്ക് സംസാര വിഷയത്തിന് അജണ്ട ഒന്നും വേണ്ട. അവരുടെ വാക്കുകൾ തൂക്കിയല്ല അവർ സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി വിഷയം അന്വേഷിക്കാറുമില്ല. അവരുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അവർ സംസാരിക്കുന്നു.
സ്നേഹിതർ തമ്മിൽ കൃത്രിമമായി ഒന്നും വേണ്ട, സ്വാഭാവികമായി എല്ലാം ഒഴുകിയെത്തും. ഈ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ മുൻപാകെ ആച്ഛാദനമൊന്നും കൂടാതെ തുറന്ന് സംസാരിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കൃതജ്ഞതാ സ്തോത്രത്തോടുകൂടി പ്രാർത്ഥനയിലൂടെയും വിനീതമായ അഭ്യർത്ഥനയിലൂടെയും ദൈവത്തെ അറിയിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നതാണ്. നമ്മുടെ പരാജയങ്ങളും വീഴ്ചകളും മറച്ചു വയ്ക്കാൻ ഇടയാകാതെ അനുതാപത്തോടും ആത്മാർത്ഥതയോടും കൂടെ ക്രിസ്തുവിൻ്റെ മുൻപാകെ അറിയിക്കാൻ നമുക്ക് കഴിയണം. വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ കൃതജ്ഞതയും സ്തോത്രവും ഉയരണം. സംശയിക്കാതെ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക എന്നതാണ് മൂന്നാമത്തെ ഒരു ഘടകം. സഹിത്വം ദൃഢമാകുന്നതിന് ഇത് ആവശ്യമാണ്. മാനുഷിക ബന്ധങ്ങളിൽ തന്നെ അന്യോന്യം സംശയമുണ്ടായാൽ സ്നേഹം നഷ്ടപ്പെടും. അതുകൊണ്ട് സംശയമോ ആശങ്കയോ കൂടാതെ സമ്പൂർണ്ണമായി വിശ്വസിക്കണം. C.F. ആൻഡ്രൂസിനെ കുറിച്ച് C.F. ആൻഡ്രൂസ് വിവരിക്കുന്ന ഒരു കാര്യം, 1-ാം ലോക മഹായുദ്ധകാലത്ത് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച 2 ബ്രിട്ടീഷ് പടയാളികളെ കുറിച്ച് C.F. ആൻഡ്രൂസ് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന അവരെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു, എപ്പോഴും ഒരുമിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുന്നു. യുദ്ധത്തിൻ്റെ മുന്നണി രംഗത്തേക്ക് 2 പേരും നീങ്ങേണ്ടി വന്നു. അപ്പോഴും അന്യോന്യമുള്ള കരുതലും ശ്രദ്ധയുമുണ്ട്. ശത്രുനിരയിൽ നിന്ന് ചീറി പാഞ്ഞു വന്ന വെടിയുണ്ടയേറ്റ് ഒരു സ്നേഹിതൻ നിലംപരിചായി. മറ്റേ സ്നേഹിതൻ അത് കാണാതിരുന്നില്ല. പക്ഷെ ഉടനെ ഓടിയെത്തി മുറിവേറ്റവന് സഹായവും പരിചരണവും നൽകാൻ കഴിയാതെ വന്നു. രാത്രിയിൽ എല്ലാവരും അവരവരുടെ കൂടാരങ്ങളിൽ വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുമ്പോൾ അയാൾ മുറിവേറ്റ സ്നേഹിതനെ കണ്ടെത്താൻ രഹസ്യമായി പുറപ്പെട്ടു. കുറെ അടുത്ത് വന്നപ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ ഒരാൾ ഞരങ്ങുന്ന ശബ്ദം കേട്ടു. തിടുക്കത്തിൽ അയാളുടെ സമീപമെത്തി വെടിയേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന സ്നേഹിതൻ്റെ തല തൻ്റെ മടിയിൽ വെച്ച് പരിചരിക്കുമ്പോൾ ആ അവശനായ സ്നേഹിതൻ പറഞ്ഞു, "ഐ ന്യൂ ദാറ്റ് യു വുഡ് കം. ഐ ന്യൂ ദാറ്റ് യു വുഡ് കം." എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. 2 തവണ ഇത് ആവർത്തിക്കപ്പെട്ടു. അത്രമാത്രം പറയാനുള്ള ശക്തിയെ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. സ്നേഹിതൻ്റെ മടിയിൽ അയാൾ അന്ത്യശ്വാസം വലിച്ചു. ശക്തമായ വിശ്വാസത്തിൻ്റെ മാറ്റൊലി നമുക്ക് ആ വാക്കുകളിൽ കേൾക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രതിസന്ധികളിലും അവിടുന്ന് നിശ്ചയമായി നമ്മെ സഹായിക്കാൻ കടന്നെത്തും എന്നുള്ള പൂർണ്ണമായ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അവിടുന്ന് പറയുന്നു, "നീ എനിക്കുള്ളവൻ തന്നെ. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്." യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ ആരംഭഭാഗമാണ്. അതുകൊണ്ട് നിസ്തുല സ്നേഹിതനായ ക്രിസ്തു എങ്ങനെ നമ്മെ സ്നേഹിക്കുന്നു എന്ന് നാം കണ്ടതുകൊണ്ട് നാം എങ്ങനെയാണ് സ്നേഹത്തോട് പ്രതികരിച്ച് ദിവ്യസാഹിത്യം കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് ഈ വേദഭാഗങ്ങളും ചിന്തകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദിനം തോറുമുള്ള നമ്മുടെ ജീവിതം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും ഐക്യത്തിലും ദൃഢമാകാൻ ഇടയാകട്ടെ. ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? പ്രാർത്ഥിക്കാം. സ്നേഹിതനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദിവ്യമായ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്ന ലോകത്തിൻ്റെ യാതൊരു ശക്തിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വിജയം കാണുവാനിടയാക്കരുതേ. ദൃഢമായി സ്നേഹിപ്പാനും വിശ്വസിപ്പാനുമുള്ള കൃപയും കരുത്തും നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവേ, അങ്ങനെയുള്ള സ്നേഹബന്ധത്തിൽ നിന്ന്
അല്പം പോലും വ്യതിചലിച്ചു പോകുവാൻ ഞങ്ങളെ സമ്മതിക്കരുതേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ഇടപെടുന്ന മേഖലകൾ, ഞങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണങ്ങൾ എല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഉയരുന്നതായിരിക്കട്ടെ. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ മുറ്റുമായും ആശ്രയിക്കുന്നു. എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഭാരത്തോടും പ്രയാസത്തോടും കണ്ണുനീരോടും ദൈവസന്നിധിയിലായിരിക്കുന്ന അനേകരുണ്ടല്ലോ, എല്ലാവരെയും ഓർക്കുന്നു. രോഗത്തിൻ്റെ കെടുതിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷം നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും സ്നേഹവും നാമെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.